നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ നാളെ മുതൽ ആഭ്യന്തര യാത്രക്കാർക്ക് എയർപോർട്ട് ടാക്സ് പ്രാബല്യത്തിൽ വരും. എയർപോർട്ടിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിരക്കായാണ് ടാക്സ് ഈടാക്കുന്നത്. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിലെ വിമാനത്താവളങ്ങൾ വഴി ആഭ്യന്തര സർവീസുകളിൽ യാത്ര ചെയ്യുന്നവരും ആഭ്യന്തര സർവീസുകളിൽ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നവരും 10 റിയാൽ വീതമാണ് നൽകേണ്ടത്. നാളെ മുതലുള്ള യാത്രകൾക്ക് ടിക്കറ്റ് നിരക്കിനൊപ്പം നികുതിയും ചേർത്തായിരിക്കും വിമാന കമ്പനികൾ ഈടാക്കുന്നത്. വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനായാണ് നികുതി ഈടാക്കുന്നത്. ചെറിയ കുട്ടികൾ, വിമാന ജീവനക്കാർ വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ വിമാനത്തിൽ തന്നെ ഇരിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ എന്നിവരിൽ നിന്ന് നികുതി ഈടാക്കില്ല. എയർപോർട്ട് ടാക്സ് തുകയ്ക്ക് കണക്കായി മൂല്യവർദ്ധിത നികുതിയും ഈടാക്കും. എല്ലാ 3 വർഷത്തിലും നികുതി നിരക്ക് പുനഃപരിശോധിക്കാനാണ് തീരുമാനം. യാത്രക്കിടയിലെ ഓരോ വിമാനത്താവളവും ഉപയോഗിക്കുന്നതിന് 10 റിയാൽ വീതം യാത്രക്കാർ നികുതി നൽകേണ്ടി വരും. ജിദ്ദ റിയാദ് റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ ജിദ്ദ എയർപോർട്ട് ഉപയോഗിക്കുന്നതിനും റിയാദ് വിമാനത്താവളം ഉപയോഗിക്കുന്നതിനും 10 റിയാൽ വീതം ടാക്സ് നൽകേണ്ടി വരും. കൂടാതെ 5% മൂല്യവർദ്ധിത നികുതിയും നൽകേണ്ടി വരും. അബഹ, ജിദ്ദ, അൽഗസീം റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ എയർപോർട്ട് ടാക്സായി 40 റിയാൽ നൽകേണ്ടി വരും. ഈ റൂട്ടിൽ ഇടത്താവളമായ ജിദ്ദ എയർപോർട്ടിനെ ഒരേ സമയം അറൈവൽ, ഡിപ്പാർച്ചർ വിമാനത്താവളമായി കണക്കിലെടുക്കുന്നതിനാലാണിത്. ഹായിൽ, ജിദ്ദ, ലണ്ടൻ അന്താരാഷ്ട്ര സർവീസിൽ ജിദ്ദ വഴി ട്രാൻസിറ്റായി യാത്ര ചെയ്യുന്നവർ ഹായിൽ എയർപോർട്ട് ഉപയോഗിക്കുന്നതിന് 10 റിയാലും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് 10 റിയാലും നൽകണം. കൂടാതെ ലണ്ടനിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസിൽ യാത്ര തിരിക്കുന്നതിന് എയർപോർട്ട് ടാക്സായി 87 റിയാലും നൽകേണ്ടി വരും. ഇതിനു പുറമെ ആഭ്യന്തര ടിക്കറ്റ് നിരക്കിനും ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കുള്ള എയർപോർട്ട് ടാക്സുകൾക്കും മൂല്യവർദ്ധിത നികുതിയും അടയ്ക്കേണ്ടി വരും. അന്താരാഷ്ട്ര ടിക്കറ്റുകൾക്ക് മൂല്യവർദ്ധിത നികുതി ബാധകമല്ല. ആഭ്യന്തര യാത്രക്കാരിൽ നിന്നും നികുതി ഈടാക്കാൻ ഗതാഗത മന്ത്രിയാണ് അനുമതി നൽകിയിരിക്കുന്നത്. പുതിയ ടാക്സ് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി വിൽപ്പന നടത്തിയ ആഭ്യന്തര ടിക്കറ്റുകളിൽ എയർപോർട്ട് ടാക്സ് ഇനത്തിലുള്ള തുക കൂടി കണക്കാക്കി ഈടാക്കും. ഇതിന് വിമാന കമ്പനികളും ബന്ധപ്പെട്ട എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനുകളും ഒരുമിച്ച് തീരുമാനം ഉണ്ടാക്കും. എയർപോർട്ട് ടാക്സ് ഇനത്തിലെ തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികൾ സമർപ്പിക്കുന്ന സെറ്റിൽമെന്റ് അപേക്ഷകൾ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനിലെ പൊതുവരുമാന ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സൂക്ഷ്മ പരിശോധന നടത്തും. എയർപോർട്ട് ടാക്സ് അടയ്ക്കുന്നതിന് കാലതാമസം വരുത്തുന്ന വിമാന കമ്പനികൾക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുന്നതിന് രാജ്യത്തെ എയർപോർട്ടുകൾക്ക് അവകാശമുണ്ടാകും. ആഭ്യന്തര യാത്രക്കാർക്കുള്ള എയർപോർട്ട് ടാക്സ് 3 വർഷത്തിൽ ഒരിക്കൽ പുനഃപരിശോധിച്ച് രാജ്യത്തെ പണപ്പെരുപ്പ മാന്ദ്യ നിരക്കുകൾക്ക് അനുസൃതമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. എയർപോർട്ട് ടാക്സിന് മൂല്യവർദ്ധിത നികുതിയും ബാധകമായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.